ദിവസവും അവൻ്റെ വചനത്താൽ പുതുക്കും. ഇതുപോലുള്ള പരീക്ഷകൾ വരുമ്പോൾ നിങ്ങൾ സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. സാത്താൻ മനുഷ്യരെ ഉപയോഗിച്ച് പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷകൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ദൈവമല്ല പരീക്ഷിക്കുന്നത്, സാത്താനാണ് പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷകൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവം അറിയുന്നുണ്ട്, ദൈവം അനുവദിച്ചതാണ്. ഈ പരീക്ഷയിൽ കൂടെ ദൈവം തന്നെ നമ്മളെ കൊണ്ടുവരും, നമ്മളെ ജയിപ്പിക്കും, നമ്മളെ ജയാളിയായി നിർത്തും. നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കാതിരുന്നാൽ മതി. ദൈവവുമായുള്ള ബന്ധത്തിൽ അവസാനം വരെ പിടിച്ചെന്നില്ല കർത്താവ്. അതുകൊണ്ടല്ലേ അവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് ഈ ശതാധിപൻ വിളിച്ചു പറഞ്ഞത്. അത് സാത്താനും കേട്ട് കാണും. ഇനി കർത്താവായ യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ശേഷം മരണത്തെയും ദ്രവത്വത്തെയും ഈ പ്രപഞ്ചത്തെയും കർത്താവായ യേശുക്രിസ്തു പൂർണ്ണമായും ജയിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് എല്ലാത്തിനും മീതെയായിരുന്നു. ദൈവത്തിൻ്റെ ആ അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ അവനിലാണ് വസിക്കുന്നത്. നമുക്ക് ഓൾറെഡി പാപ, ശാപ, ഈ പറയുന്ന ദൈവക്രോധം, മനുഷ്യരുടെ ചോദ്യങ്ങൾ, പിന്നെ സാത്താൻ്റെ അധീനത, ഇവയ്ക്കൊക്കെ മേലെ വെറുപ്പ്, ഇതിനൊക്കെ മേലെ ദൈവം നമുക്ക് ഓൾറെഡി ജയം തന്നു കഴിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷാവിധി, ഇതിനൊക്കെ മേലെ ദൈവം നമുക്ക് ജയം തന്നു കഴിഞ്ഞു. മരണം, ദ്രവത്വം, ഇതിനു മേലൊക്കെ ദൈവം നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ജയം തന്നു കഴിഞ്ഞു. ഇത്രയും ജയങ്ങളുള്ള നമ്മൾ ജയാളികളാണെന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ മനസ്സിൽ വന്ന് സാത്താൻ എന്ന് മന്ത്രിക്കും, നീ ഒരു പരാജയമാണ്. കണ്ടില്ലേ നിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊന്നും സാത്താൻ കാണിച്ചു തരില്ല. നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു ജയമാണ്. കോടാനുകോടി സ്പേംസ് നിങ്ങളുടെ അച്ഛൻ്റെ വേസ്റ്റായി പോയി. അതിൽ കുറച്ച് സ്പേംസ് മാത്രമാണ് നിങ്ങളുടെ അമ്മയുമായിട്ട് നിങ്ങളുടെ അച്ഛൻ അവർ ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത്. ആ സ്പേംസിനിടയ്ക്ക് നിന്ന് നിങ്ങളെന്ന് പറയുന്ന ഒരു സ്പേം മാത്രമാണ് രക്ഷപ്പെട്ടിട്ട് എക്സ് ആയാലും വൈ ആയാലും അവിടെ ചെന്നിട്ട് നിങ്ങളുടെ അമ്മയിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഊവത്തെ ഫെർട്ടിലൈസ് ചെയ്തു. അങ്ങനെ ആ ഫെർട്ടിലൈസേഷൻ സ്റ്റേജിൽ പലതിനെയും തോൽപ്പിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിന് മുമ്പെയുള്ള പലതിനെയും തോൽപ്പിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എംബ്രിയോ ആയി അതൊരു കുഞ്ഞായി മാറി. കുഞ്ഞായി പുറത്തേക്ക് വന്നു, എന്നിട്ട് ജീവിച്ചു, പഠിച്ചു. എത്ര ജയങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്രയോ പേര് ആദ്യമേ പരാജയപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ ജീവന് ഒരുപാട് വിലയുണ്ട്. സാത്താൻ പറയും, നീ ചാടിക്കോ, നിനക്ക് എൻട്രൻസ് കിട്ടിയില്ല. സാത്താൻ പറയും, നിന്നെ അവർ അമേരിക്കയിലേക്ക് വിളിച്ചില്ല, നീ ചാടിക്കോ. നിന്നെ അവരുപേക്ഷിച്ചിട്ട് പോയി, നീ ചാടിക്കോ. നിൻ്റെ വീട്ടുകാർ നിന്നെ പകയ്ക്കുന്നു, നീ ചാടിക്കോ. നീ സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല, നീ സ്നേഹിച്ച ഭർത്താവിനെ നിനക്ക് കിട്ടിയില്ല, നീ ചാടിക്കോ. സാത്താൻ പറയും, നിങ്ങളുടെ ജീവന് യാതൊരു വിലയില്ല. യേശുവിനോട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? നീ ചാടിക്കോ. എന്നിട്ട് വചനവും കൂടെ കാണിച്ചു തരികയാണ്. എന്താണ് വചനം? നിന്നെ ദൂതന്മാർ പിടിച്ചോളൂ. അല്ല, നീ ദൈവഹിതപ്രകാരം തന്നെ വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ പിടിക്കുമല്ലോ എന്തായാലും. നീ ചാടിക്കോ. നീ ചാടിയാൽ ദൈവം പിടിക്കുമെന്ന് എവിടെ എഴുതിയില്ല. നീ വീണാൽ ഒരു പക്ഷേ ദൈവം പിടിക്കും, അറിയാതെ വഴുതി വീഴുകയാണെങ്കിൽ. അതുകൊണ്ട് പിശാച് ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് വരുന്ന സമയത്ത്, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുന്ന സമയത്തും ഇതേ ചോദ്യങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ, നീ ഇസ്രായേലിൻ്റെ രാജാവാണെങ്കിൽ, നീ മെസ്സിയാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നാണ് ചോദിക്കുന്നത്. അതേ പരീക്ഷണമാണ് അവിടെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇസ്രായേലിൻ്റെ രാജാവാണെങ്കിൽ നീ ഇറങ്ങി വാ എന്നാണ് ചോദിക്കുന്നത്. കർത്താവ് ഇറങ്ങി വന്നോ? ഇല്ല. അതെന്തേ? ഇസ്രായേലിൻ്റെ മെസ്സിയ അല്ലാത്തതുകൊണ്ടാണ്? അല്ല. ആ സാത്താൻ്റെ എല്ലാ പ്രകോപനങ്ങളും കേട്ട് അനുസരിക്കേണ്ട ആളല്ല. അവൻ ചാടിക്കുമെന്ന് പറയും, നിങ്ങൾ ചാടും. പണ്ടെൻ്റെ അച്ഛൻ പറയായിരുന്നു, ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ അച്ഛാ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും എക്സ്കർഷന് പോകുന്നുണ്ട്, എല്ലാവരും മറ്റന്നാൾ പരീക്ഷയാണ്, പക്ഷേ എല്ലാവരും ഇന്ന് എക്സ്കർഷന് പോകുന്നുണ്ട്, എല്ലാവരുടെ പേരൻസ് സമ്മതിച്ചു, അവർക്കൊക്കെ പൈസ കൊടുത്തു, അവരെല്ലാവരും നല്ല ജോളിയായിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കിണറ്റിലേക്ക് പോയി ചാടുകയാണെങ്കിൽ നീയും പോയി ചാടും.
നെറ്റിപ്പോയി. എന്തത്? ആ ചിലപ്പോൾ എല്ലാവരും അവർക്ക് പരാജയങ്ങൾ വരുന്ന സമയത്ത് ചാടുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരു കമ്പനി വിട്ട് വേറെ കമ്പനിയിലേക്ക് ചാടാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പിശാച്. നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലേ കാര്യങ്ങൾ ചെയ്യാവൂ. നിങ്ങളെ സഹായിച്ച ബോസിനെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അവഗണിക്കുകയും ത്യജിക്കുകയും ചെയ്യരുത്. അവരുടെ മനസ്സിൽ നിന്നൊരു പ്രാക്ക് അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നൊരു വേദന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വഴി മുടക്കും. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പേടിപ്പിക്കുകയാണ് പിശാച്, പേടിപ്പിക്കുകയാണ്. ചാടിക്കോ എന്നാണ് പറയുന്നത്. കർത്താവ് ചാടിയോ? ഇല്ലല്ലോ. നീ ഇറങ്ങി വാ, നീ ഇറങ്ങി വാ, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ ഇറങ്ങി വാ. ദൈവം കർത്താവ് യേശു ക്രിസ്തു, ഞാൻ മെസ്സിയാണ്, ഞാൻ ഇസ്രായേലിലെ രാജാവാണ്, ഞാൻ ഇറങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് ആ ദൂതന്മാരെയൊക്കെ വിളിച്ചിട്ട് അവരെല്ലാം ദഹിപ്പിച്ചിട്ട് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? വെറുപ്പിനെ ജയിക്കാൻ പറ്റുമോ? സ്നേഹത്താൽ വെറുപ്പ് ജയിക്കൂലേ? വയലൻസ് ജയിക്കൂലേ? കർത്താവ് തന്നെ വയലൻ്റായി പോകൂലേ? വെറുപ്പിനെ ജയിക്കാൻ കഴിയില്ല. അന്ധകാരത്തെ ജയിക്കാൻ കഴിയില്ല. സ്നേഹത്താൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ആ പ്രകോപനം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വചനം തന്നെ അവനോട് പറയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. അത് 3 അർത്ഥത്തിലെടുക്കാം. 1, അവൻ ദൈവമായ യഹോവയാണ്. 2, ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നൊരു വചനമുണ്ട്. നമ്മൾ ചാടുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചാടുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്ന പോലെയാണ്. 3, ദൈവത്തിൻ്റെ വചനത്തെ അവൻ മിസ്കോട്ട് ചെയ്യാണ് സാത്താൻ. അങ്ങനെ അവൻ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. 3 അർത്ഥങ്ങൾ അതിനകത്ത് അടങ്ങുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് യേശു ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ മെയിൻ അർത്ഥം എന്താണ്? നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയാൽ ദൈവം നമ്മളെ പരീക്ഷയ്ക്കായിട്ട് വിടും, അനുവദിക്കൂ. പക്ഷെ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തെ അങ്ങ് വിടുകയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടിയാൽ ചിലപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോകും, പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല എന്ന് യേശു പറയുമ്പോൾ യേശു അവൻ ദൈവമായിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് അവനെ തന്നെ കുറച്ച് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല. തലേന്ന് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് മാറില്ല എന്ന് കണ്ടപ്പോൾ കർത്താവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ഈ പാനപാത്രം മുഴുവൻ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്മേൽ വരുന്ന ദൈവത്തിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ കോപം, മാനവരാശിക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ക്രോധം മുഴുവനും യേശു സഹിക്കണം, യേശു കുടിക്കണം. ഈ പാനപാത്രം വാസ്തവത്തിൽ കുടിക്കേണ്ടവരാരാണ്? ദുഷ്ടന്മാരാണ്. ദൈവത്തിന് യഹോവ ഒരു പാനപാത്രം ഒരുക്കുന്നു, ആ പാനപാത്രത്തിൽ നിന്ന് ദുഷ്ടന്മാർ ഫുള്ളായിട്ട് അങ്ങോട്ട് കുടിച്ച് മത്തരായി നശിച്ചു പോകുന്നു എന്നൊരു വചനമുണ്ട്. ആ വചനമാണ് അവിടെ വാസ്തവത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ ആ പാനപാത്രം ദുഷ്ടന്മാരാണ് കുടിക്കേണ്ടതെങ്കിലും ആ പാനപാത്രം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്ത് കുടിക്കുകയാണ്. ദുഷ്ടന്മാർക്ക് വേണ്ടി, അവനെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, അവനെ പകയ്ക്കുന്നവർക്ക് വേണ്ടി. കാരണം അങ്ങനെ അവന് ഈ ക്രോധം സഹിച്ച് ഇല്ലാതാക്കി മറ്റുള്ളവർക്ക് രക്ഷ ഒരുക്കാനായിട്ട്, മറ്റുള്ളവരുടെ രക്ഷകനായി തീരാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ സമയത്ത് ഈ പ്രകോപനം കേട്ടിട്ട് ആ ക്രൂശിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവർ നശിച്ചു പോകുന്നു മാത്രമല്ല, രക്ഷാപദ്ധതി തന്നെ ഇല്ലാതാവും. സാത്താൻ തന്നെ ചിരിക്കും, സാത്താൻ ജയിക്കും. സാത്താൻ്റെ വെറുപ്പിൻ്റെ മെത്തഡോളജി ജയിക്കും. ആ വെറുപ്പിൻ്റെ മെത്തഡോളജിയാണോ തോൽപ്പിക്കേണ്ടത്? വെറുപ്പല്ല ശരിയായ രീതി, സ്നേഹമാണ് ശരിയായ രീതി. എനിക്ക് അധികാരമോഹമൊന്നുമില്ല. ആദ്യത്തെ മനുഷ്യന് അധികാരമോഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ സാത്താൻ്റെ അടുക്കലേക്ക് പോയിട്ട് അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ അധീനതയിലേക്ക് പോയത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് പകരം ദൈവത്തെ അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് പകരം സാത്താനെ അനുസരിച്ച് അങ്ങോട്ട് പോയി. അതുകൊണ്ട് അവനിൽ മരണവും ശാപവും ദ്രവത്വവും ഒക്കെ കടന്നു വന്നു. എന്നാൽ ഈ രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറയുന്ന യേശുക്രിസ്തു ദൈവമാണ്, പക്ഷെ മനുഷ്യരൂപത്തിലാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് അധികാരമോഹമുള്ളവനാണ്. അവൻ പൂർണ്ണമായിട്ട് അവനെ തന്നെ പിതാവിനെ കീഴ്പ്പെടുത്തിയിരിക്കുക. ദൈവം എനിക്ക് എന്ത് തന്നാലും ശരി, ഞാനത് കുടിച്ചോളാം, അത് ഏറ്റെടുത്തോളാം. ദുഃഖത്തിൻ്റെ പാനപാത്രം എനിക്ക് തന്നാലും ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ ആ ദുഃഖത്തിൻ്റെ പാനപാത്രം യേശുക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി കുടിക്കുകയാണ്. അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വിളിച്ച് പറയുന്നത്, നീ ആണാണെങ്കിൽ ഇറങ്ങി വാ എന്ന് വെച്ചാൽ അതാണ് ആ വാക്ക്. ആണാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ ഇസ്രായേലിലെ ആണാണെങ്കിൽ, നീ മെസ്സിയാണെന്ന് നീ പറഞ്ഞു, അല്ലേ?
നീ ഇസ്രായേലിലെ രാജാവാണെന്ന് നീ അവകാശപ്പെട്ടു. നീ ഞങ്ങളെ ഈ റോമക്കാരിൽ നിന്ന്, നിന്നെ ഇവിടെ ക്രൂശിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ റോമക്കാരിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് നീ പറഞ്ഞു. അങ്ങനെയുള്ള വലിയ ആളാണ് നീ എങ്കിൽ നീ ഇറങ്ങി വാ. പക്ഷേ യേശുവിനറിയാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്. യേശു ഈ ആണുങ്ങളെന്ന് പറഞ്ഞ് നിൽക്കുന്ന ശതാധിപന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ പുറകിൽ വ്യാപരിക്കുന്ന പെണ്ണിഷ് പൈശാചിക ശക്തിയെ, വെറുപ്പിൻ്റെ ശക്തിയെ അവൻ തകർത്തുകൊണ്ടിരിക്കുക. വെറുപ്പിൻ്റെ ശക്തിയാണ്. ആ വെറുപ്പിൻ്റെ ശക്തിയെ, മഹദിയാം ബാബിലോണിനെ അവൻ തകർത്തുകൊണ്ടിരിക്കുക. മഹദിയാം ബാബിലോൺ വീണുപോയിരിക്കുന്ന ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് നാശം സംഭവിച്ചിരിക്കുന്നു. അതിന് പുക എന്നേക്ക് പൊങ്ങി വരുന്നു. ആ വ്യഭിചാരത്തിൻ്റെ ശക്തിയുടെ ബലത്തിൽ, ആ ബാബിലോണിൻ്റെ ശക്തിയുടെ ബലത്തിലാണ് റോമ സാമ്രാജ്യം നിൽക്കുന്നത് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പെണ്ണിഷ് ശക്തിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇവനെ ഉപദ്രവിച്ചുകൊണ്ട് ആ വെറുപ്പ് ഇങ്ങനെ, വിദ്വേഷം ഇങ്ങനെ കാണിച്ചങ്ങനെ വലിയ ആൾ കളിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, നീ ഞങ്ങളെ ഈ പറയുന്ന ആളുകളിൽ നിന്നും, ഈ പൈശാചികമായിട്ട് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ ആളല്ലേ, നീ അറിയുക എന്ന് പറഞ്ഞ് അവർ വിളിക്കുമ്പോൾ ഇതിൻ്റെ പുറകെയുള്ള ശക്തിയാണ് യേശു അവിടെ തകർക്കുന്നത്. ആ വെറുപ്പിൻ്റെ അധികാരത്തെയാണ് യേശു തകർക്കുന്നത്. ആ ശതാധിപൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന, പീലാത്തോസിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന, റോമൻ കൈസറിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി, വെറുപ്പിൻ്റെ ശക്തി, അതിനെയാണ് യേശു സ്നേഹത്താൽ നേരിടുന്നത്. അതിനെയാണ് യേശു ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവൻ്റെ മുന്നിൽ, ഈ യഹൂദ പ്രീസ്റ്റിൻ്റെ മുന്നിൽ ഞാനാണ് ക്രിസ്തു എന്ന് തെളിയിച്ച് എന്ത് കിട്ടാനാണ്? ഈ ലോകത്തിൻ്റെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായ കൈസറിനെയാണ് യേശു വാസ്തവത്തിൽ വെല്ലുവിളിക്കുന്നത്. നിൻ്റെ അധികാരം നീ പണത്തിൻ്റെ ബലത്തിലും, മിലിറ്ററിയുടെ ബലത്തിലും, സ്ഥാനമാനങ്ങളുടെ ബലത്തിലും, അധികാരം ശക്തിയുടെ ബലത്തിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ വേറൊരു ശക്തിയുണ്ട്, നീ ഇതുവരെയും കാണാത്തൊരു ശക്തിയുണ്ട്. ദൈവത്തിന് കീഴ്പ്പെടുന്ന, ദൈവത്തെ അനുസരിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി, മനുഷ്യരെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ശക്തി, അതിലാണ് യേശു അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് യേശു ഇവർ പറഞ്ഞ ആ പ്രകോപനത്തിന് കീഴ്പ്പെട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങോട്ട് വന്നില്ല. ആ ദൂതന്മാരെ ഉപയോഗിച്ച് എല്ലാവരെയും തകർത്തില്ല. യേശു വെറുപ്പിനെ ജയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ്റെ ഉള്ളിലുള്ള വെറുപ്പ് മുഴുവനായിട്ട് നശിച്ചപ്പോഴാണ് അവൻ മുട്ടുകുത്തിയിട്ട് ആ ശതാധിപൻ പറഞ്ഞ് ഇവൻ തന്നെയാണ് ദൈവപുത്രൻ, വേറൊരു ദൈവപുത്രനില്ല. ഒരുപക്ഷെ അവൻ കരഞ്ഞാണ് അന്ന്. കാരണം അവൻ മരിക്കുന്ന സമയത്ത് ഭൂമി കുലുങ്ങി. ഈ ഭൂമി കുലുക്കം എന്ന് പറയുന്നതും സൂര്യൻ ഇരുട്ടായി തീർന്നു എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഏത് കൾച്ചറിൽ ചെന്നാലും അവിടെ ദൈവക്രോധത്തിൻ്റെയും അപശകനത്തിൻ്റെയും അടയാളങ്ങളാണ്. ദൈവക്രോധമാണ്, ഈശ്വര കോപമാണ് വന്നിരിക്കുന്നതെന്ന് ആ റോമൻ ശതാധിപനും മനസ്സിലായി. ഇവൻ്റെ പിതാവ് എഴുന്നേറ്റിരിക്കുക. ഇവൻ്റെ പിതാവ് സൂര്യനേക്കാളും വലുതാണ്. സൂര്യനല്ല ഇവൻ്റെ പിതാവ്, സൂര്യനേക്കാളും വലുത് സൂര്യൻ്റെ കണ്ണടച്ചാഞ്ഞ്. എന്നുവെച്ചാൽ സൂര്യൻ ഇനി പ്രകാശം തരില്ല. ഭൂമിയെ കുലുക്കിക്കളഞ്ഞ്, സ്വർഗം അവൻ്റെ പാദപീഠം, സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. നിങ്ങൾ അവന് പണിയുന്ന ആലയം ഏത് വിധം? അതാണ് യഹോവ, അതാണ് ദൈവം. ആ ദൈവം മനുഷ്യർ പണിത കല്ലും മണ്ണും കൊണ്ടുള്ള ആലയത്തിൽ വന്ന് വസിക്കുമോ? അവൻ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചവനല്ലേ? ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് ഇത് സഹിക്കാൻ മേല അവൻ്റെ മകനെ ഇവർ ഇതുപോലെ പീഡിപ്പിച്ച് കൊല്ലുമ്പോൾ ദൈവം എഴുന്നേറ്റ്. അവൻ്റെ ശത്രുക്കളൊക്കെ പേടിച്ച് വിറച്ചു പോയി, അവർ മുട്ടുകുത്തിയാണ്. അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെറുപ്പിൻ്റെ അധികാരത്തെ യേശു ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കുകയാണ്. ഇവർ അനുഭവിക്കേണ്ടിയിരുന്ന ആ ക്രോധവും അതിൻ്റെ എഫക്റ്റും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ, ഇവരാരെയാണ് കൊല്ലുന്നത്? ഇവർ സാക്ഷാൽ ദൈവത്തെയും ദൈവപുത്രനെയാണ് കൊല്ലുന്നത്. ഇവരെ രക്ഷിക്കാൻ വന്ന രാജാവിനെയാണ് കൊല്ലുന്നത് എന്നറിയാകിയാൽ യഹൂദന്മാരോടും ഈ റോമക്കാരോടും ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ആർക്ക് മനസ്സിലായി? ആ റോമൻ ശതാധിപന് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ആ ഭൂമി കുലുക്കത്തിൽ ഇവരൊക്കെ അങ്ങ് തീർന്നേനെ. ആ സൂര്യപ്രകാശം തരുന്നില്ല എന്നുള്ള അനുഭവത്തിൽ ഇവരെല്ലാവരും കൂടെ ഇരുട്ടിലായി പോയാനെ. ഇവരെ മേലെ ദൈവത്തിൻ്റെ ക്രോധം വന്ന് ഇറങ്ങി വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവരെ തേസ്മേസാക്കിയാനെ. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. കാരണം യേശു ഇവർക്ക് വേണ്ടി ഇടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കൃതജ്ഞതയോടും കൂടിയാണ് അവനവിടെ നിന്നത് പറയുന്നത്. യേശു സ്നേഹത്താൽ ഇവരുടെ വെറുപ്പിനെയും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവക്രോധത്തെയും കംപ്ലീറ്റ് ആയിട്ട് ജയിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശുവിനെ അവൻ പ്രേരിപ്പിച്ച് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ ശ്രമിപ്പിച്ചതുപോലെ നീ ചാടിക്കോ, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. യേശു ഇറങ്ങി വന്നില്ല. നിങ്ങൾ ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തെ സ്നേഹിക്കുക, ദൈവമായിട്ടുള്ള ബന്ധം നിഷേധിക്കാതിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പരീക്ഷ അനുവദിച്ച ദൈവം പരിഹാരം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പരിഹാര മാർഗം. യേശു
അന്ന് യേശുവിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് കിട്ടിയത്. എന്നാൽ യേശു മറ്റനേകർക്ക് ഒരു പരിഹാരമായി കൂടെ തീർന്നു. ദൈവം അനുഗ്രഹിക്കും.